മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ കളങ്കാവൽ എല്ലാവരും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കളങ്കാവൽ അല്ലേ. തടിയൊക്കെ കളിച്ചിട്ട് എങ്ങനെയുണ്ട്? തടി പിടിച്ച് വേറെ ഗെറ്റപ്പ് പോലെ തോന്നുന്നല്ലേ. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി ഈ സാധനം കയറി വരേണ്ട കാര്യമില്ല. അപ്പം കളങ്കാവൽ എന്ന ചിത്രത്തെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കളങ്കാവൽ എന്ന ചിത്രം അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നവംബർ 27-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഒത്തിരി നാളിന് ശേഷമാണ് മമ്മൂട്ടിയുടെ ഒരു പടം ഇത്ര ഗ്യാപ്പിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. കളങ്കാവിൽ ഒത്തിരി ഡേറ്റുകളൊക്കെ മാറ്റിവെച്ച ഒരു ചിത്രമാണ്. ഏതായാലും ട്രെയിലർ ഒന്ന് കാണാം. വിനായകൻ അതുപോലെ മമ്മൂട്ടി, വിനായകൻ നായകൻ, മമ്മൂട്ടി വില്ലനായിട്ട് ഈ ചിത്രത്തിൽ വരുന്നു എന്നാണ്. ഇന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പം നായകൻ കയറി വില്ലനാകുമോ വില്ലൻ കയറി നായകനാകുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നമുക്കൊന്ന് കാണാം. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്ന ഗ്രാമം. അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി വളർന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇതിനൊരു അവസാനമല്ലല്ലോ സാറേ. നമ്മളായിട്ട് തന്നെ പൊക്കിയാൽ ഇത് അവസാനിക്കാനത്. സാറേ അവന്മാർ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ സമാധാനം തിരിച്ചു പോകുന്നത്? സാറേ അപ്പം നമ്മൾ വിചാരിച്ചത്ര ബ്രില്യൻ്റ് അല്ലെന്നാണ് തോന്നുന്നത്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ജയകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴെന്നറിയോ? അങ്ങനെ നവംബർ 27-ാം തീയതി ഈ ട്രെയിലർ കണ്ടിട്ട് അങ്ങോട്ട് എന്താണ് സംഭവം കൊണ്ട് വ്യക്തമാകുന്നില്ലേ. നമ്മൾ കേട്ട് സൈനൈഡ് മോഹൻ്റെ കഥയാണെന്നൊക്കെയാണ് പറഞ്ഞത്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കഥയൊക്കെയാണത്. പക്ഷേ ഈ ബാബു രാമചന്ദ്രൻ വല്ലാത്തൊരു കഥയിലാണ് ഇത് തുടങ്ങുന്നത്. വല്ലാത്തൊരു കഥയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിനായകൻ നിറഞ്ഞാടുന്നൊരു ചിത്രമാകാനാണ് സാധ്യത. വിനായകൻ ഒരു പോലീസുകാരൻ, മമ്മൂട്ടി വില്ലനായിട്ട കഥാപാത്രം. മമ്മൂട്ടി ആ പുകയൊക്കെ ഇങ്ങനെ ഈ ട്രെയിലറിനൊരു പ്രത്യേകത ഉണ്ട്. മമ്മൂട്ടി അധികം കാണിക്കുന്നൊന്നുമില്ല, ലാസ്റ്റാണ് മമ്മൂട്ടിയെ കൊണ്ട് കാണിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ആയിരിക്കും പടം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരു കൊലപാതകത്തിൻ്റെയൊക്കെ ആയിരിക്കും, കുറച്ച് കൊലപാതകം നടക്കുന്ന കഥ, അതിലേക്കുള്ള ഒരു അന്വേഷണത്തിലായിരിക്കാം വിനായകനും കൂട്ടരും. പറയുന്നില്ലേ മഞ്ഞുമലയുടെ തുടക്കം. അപ്പോൾ ആ രീതിയിൽ പോയിട്ട് മമ്മൂട്ടി ഇപ്പോൾ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്തായിരിക്കാം മമ്മൂട്ടി എത്തുന്നത്. ചിലപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ആകാമായിരിക്കാം, നമുക്കിതിൻ്റെ കൃത്യമായിട്ട് അറിയില്ല. മമ്മൂട്ടിക്ക് അധികം സീനൊന്നും ഇല്ലാതെ, പക്ഷേ മമ്മൂട്ടി മൊത്തം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നലുണ്ടാകുന്നു. ഇപ്പം ഈ ട്രെയിലർ കണ്ടപ്പോഴും നമ്മൾ തോന്നിയില്ലേ, തുടക്കം മമ്മൂട്ടി എപ്പം വരും എന്ന് നമ്മൾ കാത്തിരുന്നെങ്കിൽ ലാസ്റ്റ് ഫേർട്ടുമായിട്ട് മമ്മൂട്ടിയെ കാണിക്കുന്നില്ല, ഒരു നെല്ല് പോലെ കാണിക്കുന്നു. ഫേർട്ടുമൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ സംഭാഷണം. അതുതന്നെയായിരിക്കാം ഈ ചിത്രത്തിൽ ഉടനീളം കാണിക്കാൻ പോകുന്നത്. കാരണം ആദ്യം മുതൽ അവസാനം വരെ മമ്മൂട്ടിയുടെ ഒരു ചിത്രമാകാൻ വഴിയില്ല എന്ന് തോന്നുന്നു ഈ ട്രെയിലർ കണ്ടപ്പോൾ. ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വിനായകൻ, എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തിലെ വിനായകൻ നായകൻ തന്നെ ആകാനാണ് സാധ്യത. വില്ലൻ മമ്മൂട്ടി തന്നെ. സാധാരണ കേസിൽ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അഭിനയിക്കുമ്പോൾ വില്ലൻ കയറി നായകനാകും. ആ രീതിയിലില്ല എന്നെനിക്ക് തോന്നുന്നു. അവസാനം പിടിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. കൊലപാതകം തന്നെ ആയിരിക്കാം ഇതിൻ്റെ കഥയെന്ന് തോന്നുന്നു. ഇനി സൈനൈഡ് മോഹനാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇത് കൃത്യമായിട്ട് പല കഥകളും വന്നു. ഏതായാലും
ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ആദ്യമേ ഇതിൻ്റെ വല്ലാത്തൊരു കഥ, ബാബു രാമേന്ദ്രൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള ഇടിയിലേക്ക് കഥ പറയുന്നതായിട്ട്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത, സാധാരണ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ വിനായകൻ മമ്മൂട്ടി ഇങ്ങനെ 2 പേരും കൂടെ പേര് ചേർത്താണ് എഴുതി കാണിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രത്യേകത ഈ ചിത്രത്തിന് കാണും. കാരണം അപ്പം വിനായകന് അമിത പ്രാധാന്യമുള്ള ഈ ചിത്രം തന്നെയാണ് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. മമ്മൂട്ടി ഇതിനകത്ത് വില്ലൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നു. ഇപ്പം വില്ലനാകുന്ന മമ്മൂട്ടി ജനങ്ങൾക്ക് എത്രമേത്ര, ഇപ്പോൾ മമ്മൂട്ടിയെ പിടിക്കാൻ വേണ്ടി നടക്കുമ്പോൾ ഇപ്പം ഒരു കഥാപാത്രമായിട്ട് മമ്മൂട്ടിയെ പിടിക്കാൻ വേണ്ടി സിനിമയ്ക്കകത്ത് വിനായകൻ്റെ പോലീസ് ഓഫീസർ മമ്മൂട്ടിയെ പിടിക്കാൻ വേണ്ടി നടക്കുമ്പോൾ നമ്മൾ പിടിക്കപ്പെടല്ലേ എന്നായിരിക്കും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അത് പക്ഷേ ഈ ചിത്രത്തിൽ അങ്ങനൊരു ഇത് നമുക്കുണ്ടാകുമോ എന്നുള്ളത് സംശയമായിരിക്കും ചിലപ്പോൾ. കാരണം അത്രയ്ക്ക് ക്രൂരനായ ഒരു കൊലപാതകയായിട്ടായിരിക്കാം മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. അതാണ് പറഞ്ഞത് തന്നെയും വില്ലൻ എഫം. അപ്പം വിനായകൻ എങ്ങനെയും പിടിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണോ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നുന്നതെന്നറിയില്ല. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഈ മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രത്തിന് പിന്നിൽ വേറൊരു കഥ കാണാം. അത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയും അത് എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് അത് ചേക്കേറുന്നു എന്നൊക്കെ ആശ്രയിച്ചിരിക്കാം മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നല്ലേ. എന്നാലും മമ്മൂട്ടി അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മമ്മൂട്ടി വേറൊരു ലെവൽ പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വ്യത്യസ്തമായ കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി ഈ പ്രാവശ്യം കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ നമ്മളെ അതിശയിപ്പിക്കാൻ വേണ്ടി എത്തുന്നു. അത് എന്തുമാത്രം നമ്മൾ അതിശയിക്കും എന്നുള്ളതാണ് ഇനിയും നോക്കിക്കാണേണ്ടത്. നവംബർ 27 വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ലേ, മമ്മൂട്ടിയുടെ ഒത്തിരി ചിത്രങ്ങൾ ഒത്തിരി ദിവസമായി നമ്മൾ കണ്ടിട്ട് അതിനുവേണ്ടിയുള്ളൊരു താല്പര്യവും നമുക്കുണ്ട്. പുതിയ ചിത്രങ്ങളൊന്നും ലാസ്റ്റ് ഇനിയിപ്പം ഡിസംബറൊക്കെ ആയിക്കഴിയുമ്പോൾ പുതിയ ഒത്തിരി ചിത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കളങ്കാവൽ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കളങ്കാവലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ. മമ്മൂട്ടിയുടെ വൻ തിരിച്ചുവരവ് വേണ്ടി 2025 മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒരു നിരാശപ്പെടുത്തുന്ന വർഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ച സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ വൻ തിരിച്ചുവരവ് കളങ്കാവിലൂടെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഇപ്പം ട്രെയിലർ കണ്ടിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ തോന്നിയില്ല. പക്ഷേ മികച്ചൊരു ട്രെയിലർ ഇങ്ങനെ തന്നെ വേണം. കൃത്യമായിട്ടുള്ള കട്ടിങ്ങും ഒക്കെ ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല അല്ലേ. അപ്പം അതുതന്നെയാണ് ഒരു ട്രെയിലറിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ചൊന്നും മനസ്സിലായത് നമുക്ക് ഇതിനു വേണ്ടി കാണാൻ വേണ്ടി ആവശ്യയോട് കാത്തിരിക്കണം. അപ്പം കാത്തിരിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ